പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മഞ്ഞൾപ്പൊടിയും അതേപോലെ സോപ്പ് പൊടിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ചെറിയൊരു പരീക്ഷണമാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തു. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. ഈ ഒരു മഞ്ഞൾപ്പൊടി വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് വെള്ളത്തിൽ തന്നെ നന്നായിട്ട് തന്നെ ഇതിൻ്റെ കളറ് എത്തുന്നുണ്ട്. പക്ഷേ മഞ്ഞൾപ്പൊടി താഴേക്ക് അടിഞ്ഞുകൂടും, എങ്കിലും നല്ലൊരു മഞ്ഞ കളർ കിട്ടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഡിറ്റർജൻറ്റ് പൗഡർ, അതായത് സോപ്പ്, സർഫോ ഏതെങ്കിലും രൂപത്തിലെ ഡിറ്റർജൻറ്റ് പൗഡറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കളറ് താഴെ ഭാഗത്ത് നല്ല രീതിയിൽ ചുവന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല കട്ടിയുള്ളൊരു ചുവന്ന കളറിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് കാരണം ഈ മഞ്ഞൾപ്പൊടിയിലേക്ക്, അതായത് മഞ്ഞൾപ്പൊടിൻ്റെ ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ സോപ്പ് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഈ സോപ്പ് പൊടി ഒരു ബേസാണ്, വെള്ളത്തിൽ നന്നായി ലയിക്കും. അപ്പം മഞ്ഞൾപ്പൊടീൻ്റെ കളർ ചുവന്ന കളറിലേക്ക് മാറുന്നുണ്ട്. ചെറുനാരങ്ങ എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് ഇതിലേക്കൊന്ന് ഒഴിച്ച് നോക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ചെറുനാരങ്ങൻ്റെ നീര് ആയ സ്ഥലങ്ങളിലൊക്കെ മഞ്ഞ കളറിലേക്ക് വരുന്നതായി കാണുന്നുണ്ട്. ഇതിനൊരു കാരണമുണ്ട്. നേരത്തെ നമ്മൾ ബേസാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ നാരങ്ങ നീര് ഒഴിക്കുന്ന സമയത്ത് നാരങ്ങ നീരിൽ ആസിഡ് ഉണ്ട്. അത് ഇപ്പോൾ ഇവിടെയുള്ള ബേസും നാരങ്ങ നീരുള്ള ആസിഡും കൂടി ഒരു ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടന്നിട്ടാണ് ഈ ഒരു കളർ ചേഞ്ച് ഇല്ലാണ്ടായത്. രണ്ടാമത്തെ പരീക്ഷണത്തിൽ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തു. അതിലേക്ക് ഡിറ്റർജൻറ്റ് പൗഡറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സോപ്പ് പൊടി വെള്ളത്തിൽ നന്നായിട്ട് ലയിച്ചു ചേരുന്നത് നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതിലേക്ക് ലയിച്ചു ചേരുന്നു. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇനി ആഡ് ചെയ്യുന്നത് കുറച്ച് വെള്ളമാണ്. ഈ വെള്ളത്തിൽ ഞാൻ കുറച്ച് ഫിനോഫ്തലിൻ എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫിനോഫ്തലിൻ ഇതിലേക്ക് ഒഴിക്കുന്ന സമയത്ത്, അതായത് ഇവിടെ ഡിറ്റർജൻറ്റ് പൗഡർ എന്ന് പറയുന്നത് ബേസാണ്, ബേസിലേക്ക് ഫിനോഫ്തലിൻ വരുന്ന സമയത്ത് അവിടെ ഒരു പിങ്ക് കളർ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് ആ ചെറുനാരങ്ങൻ്റെ നീര് ഈ ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ചെറുനാരങ്ങൻ്റെ സൊല്യൂഷൻ ഒഴിക്കുന്ന സമയത്ത് ഇവിടെ നേരത്തെ ബേസായിരുന്നു, ചെറുനാരങ്ങയിലുള്ള ആസിഡും കൂടി ചേരുന്ന സമയത്ത് ഈ ആസിഡിൻ്റെയും ബേസിൻ്റെയും സ്വഭാവം ഇല്ലാണ്ടായി പോകുന്നുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ കളർ ചേഞ്ച് ഇവിടെ ഇല്ലാതായി പോകുന്നത്. അപ്പോൾ ഇവിടെയും നടന്നത് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ തന്നെയാണ്.